ഇനി ഈ KPCC സ്ഥാപനത്തിലെ BJP പഠന ശിബിരം സംഘടിപ്പിച്ചതിൽ നടപടിക്കൊരുങ്ങുകയാണ് KPCC നേതൃത്വം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP പഠന ശിബിരം നടത്തിയത് ഗുരുതര വീഴ്ചയെന്നാണ് കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും ആരോപണം. ചുമതലക്കാരനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേർന്നു. ബിനിലെ, ഇതിപ്പം ഈ കോൺഗ്രസിന്റെ ഈ കെട്ടിടം അത് ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു എന്നായിരുന്നു ഇന്നലെ വന്ന വിശദീകരണം. അപ്പോൾ ആ വിശദീകരണം നേതാക്കൾക്കൊന്നും തൃപ്തികരമല്ലേ? സേതു, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. ഇത് KPCCയുടെ സ്ഥാപനമാണ്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ്. അവിടെ ഈ പഠന ഗവേഷണമാണ്. അതായത് CPM-ന് EMS അക്കാദമി എങ്ങനെയാണോ സമാനമായ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. രമേശ് ചെന്നിത്തല കാലത്ത് നിർമ്മിച്ച ഒന്നാണിത്. പിന്നീട് കടക്കണിയിലേക്ക് പോവുകയും പിന്നീട് K സുധാകരൻ വന്നപ്പോൾ അതിൻ്റെ പണം നൽകി അത് തീർപ്പാക്കുകയും ചെയ്തതാണ്. നിലവിലത് KPCC തന്നെ അവരുടെ സ്വന്തം സ്ഥാപനമാണ്. അവിടെ അവർ പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകാം, അതായത് പണം ഈടാക്കുന്ന വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി വാടകയ്ക്ക് നൽകാം, കല്യാണ ആവശ്യങ്ങൾക്കൊക്കെയാണ് അത് നടത്തുന്നത്. പക്ഷേ ഇവിടെ നടത്തിയത് BJPയുടെ മറ്റൊരു പ്രത്യയശാസ്ത്രപരമായി എതിർപക്ഷം നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. അവിടെ BJPയുടെ കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ശിബിരത്തിനാണ് ഇത് വാടകയ്ക്ക് നൽകിയത്. 27, 28 തീയതികളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 ദിവസമാണ് ആ പഠന ശിബിരം അവിടെ നടത്തിയത്. അത് ഗുരുതര വീഴ്ചയായി തന്നെയാണ് മുതിർന്ന നേതാക്കൾ കാണുന്നത്. നേരത്തെ തീരുമാനിച്ചത് അവിടെ ഒരു ജനറൽ സെക്രട്ടറിക്ക് ചുമതല എന്നുള്ളതാണ്. നിലവിൽ നേരത്തെ പുനഃസംഘടന വന്നതിന് ശേഷം അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറിക്ക് ചുമതല നൽകിയിട്ടില്ല. നിലവിൽ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ AK ശശിയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹം കള്ളിക്കാട് സ്വദേശിയാണ്. നെയ്യാർ ഡാമിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ നടത്തിപ്പ് ഇപ്പോൾ AK ശശിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോടാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം തൃപ്തികരമായ ഒരു മറുപടി അല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ആ പരിപാടി നടത്തിയപ്പോൾ സംഘടിപ്പിച്ചത് ഭാരതാംബയുടെ ചിത്രത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയൊക്കെയാണ് ഈ പരിപാടി നടത്തിയത്. മാത്രമല്ല RSSന്റെയും BJPയുടെയും പ്രധാന നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ വേദിയിലുണ്ടായിരുന്നു. അതൊക്കെ ഗുരുതര വീഴ്ചയെ തന്നെയാണ് കാണുന്നത്. KPCC നടപടിയിലേക്ക് പോകുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അപ്പോൾ വിശദീകരണം നേതാക്കൾക്ക് പോലും പാർട്ടിയിലുള്ളവർക്ക് പോലും ബോധ്യപ്പെടുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.